ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബ്രോക്കോളിയും മഷ്റൂമും ഒക്കെ ആഡാക്കിയിട്ടുള്ള നമുക്ക് സാലഡ് പോലെ എങ്ങനെ വെച്ചാൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നൈറ്റിൽ ഫുഡിന് പകരം നമുക്കിത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ബ്രോക്കോളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രോക്കോളി ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാ മാർക്കറ്റുകളിലും ഇപ്പോൾ ബ്രോക്കോളി കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും കേട്ടോ, അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതാ ബ്രോക്കോളീൻ്റെ ഒരു ഹാഫ് പാർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേർക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ മതി കേട്ടോ. അപ്പം ഇത് ഞാനിതാ ജസ്റ്റ് ഒന്ന് പീസാക്കി വെക്കുന്നുണ്ട്. അപ്പം ഓവർ ചെറുതാക്കിയിട്ട് വെക്കണ്ട, കുറച്ചൊരു നോർമൽ സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ബ്രോക്കോളി നമ്മൾ നോർമലായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല മെത്തേഡ് തന്നെയാണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് ബട്ടറിലിട്ടിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം ഇതാ ഇങ്ങനെ നമുക്ക് ബോക്സിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇതാ പെട്ടെന്നത് പൊട്ടിപ്പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണേ. അപ്പം ഇത് ഇതേപോലെ തന്നെ നോർമൽ സൈസിൽ കട്ട് ചെയ്യുക. കാരണം കുക്ക് ചെയ്ത് വരുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നോർമൽ പകുതി ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 3 ആക്കിയിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മഷ്റൂം നമുക്കിപ്പം ഷോപ്പിലും ഇതിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വാങ്ങിപ്പോൾ കഴിക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല അതിൻ്റെ അയക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യാനുള്ളതും. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ടൈം എടുത്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഞാൻ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഈ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ടേസ്റ്റായിട്ട് കിട്ടും. ബട്ടറിൽ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മഷ്റൂം ഒന്ന് ഇട്ട് കൊടുക്കുക. മഷ്റൂം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക.
എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല, അത് നോർമലി അത് വറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ബ്രൊക്കോളി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൊക്കോളി കട്ടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഞാനിതാ കുറച്ച് സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. അത് ഞാൻ ഓപ്ഷണലായിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കൊടുത്തു. ബ്രൊക്കോളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കായതിന് ശേഷം അതിലേക്ക് നമ്മളിനി കുറച്ചും കൂടെ ഉപ്പ് അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് ടൈം ഞാനിതാ വേവിച്ചതിന് ശേഷം എന്താ ഒന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനം ചേർക്കാൻ ഞാൻ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് ഓപ്ഷൻ. പിന്നെ ഇതിലേക്ക് ഞാനിതാ നമ്മൾ സ്പൈസസിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ചും കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അത് തയ്യാറാക്കാൻ. അപ്പം ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ബ്രൊക്കോളി മഷ്റൂമും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ മഷ്റൂം ഉപയോഗിച്ച് നമുക്ക് പല വെറൈറ്റീസുകളും ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ സാലഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ. അങ്ങനെ ഇപ്പോൾ അതാ ബ്രൊക്കോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രൊക്കോളി മഷ്റൂമും കൂടി നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഞാൻ കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത് എഗ് പുൾസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എഗ്ഗ് 2 എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സാധാ നോർമൽ ബട്ടറിന് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതോ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പിന്നെ ബട്ടറിനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുരുമുളക് പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കുറേ ഇടൊന്നും വേണ്ട കേട്ടോ, ഇത്തിരി ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി ബ്രൊക്കോളിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്താ 2 കളറിന്. ഒന്ന് നമ്മളെ താറാവ് ഡക്കിൻ്റെ ആണ് കേട്ടോ എഗ്ഗ്, മറ്റത് സാധാ നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതുമാണ്. അപ്പം ഇത് രണ്ടും കൂടി ആയിട്ട് ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് സാൾട്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടം. ഇതിങ്ങനെ പച്ചക്ക് കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ അത് അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അതിങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ അതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം. അപ്പം എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബട്ടറിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ബട്ടറിൽ ചെയ്താലാണ് അത് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി അതിലേക്ക് ഇത് 2 ഫോർക്ക് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല കുറച്ച് എരിവും പിന്നെ ഉപ്പും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് കേട്ടോ ഇതൊന്നുകൂടി ടേസ്റ്റി ആവുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനി ഞാൻ പുതിയ വീഡിയോയിൽ കാണുന്നതാണ്.